ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു മൂവി ഇപ്പോൾ കുറച്ച് ദിവസമായി OTT റിലീസായിട്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് ട്രോൾ മഴ. ട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അടുത്ത കാലത്ത് OTT ഇറങ്ങിയ പടത്തിന് ഇത്ര ട്രോള് കിട്ടിയിട്ടുണ്ടെന്ന് സംശയമാണ്. ആ മാതിരി ട്രോളാണ്. എന്തൂട്ട അഭിനയാടാ പ്രണവനി, എന്തൂട്ടാണ് അവൻ ചെയ്ത് വെച്ചുള്ളത്. ധ്യാന് വെറുപ്പിക്കല്. ഓ, വിനീത് ശ്രീനിവാസൻ അവനെ ഡയറക്റ്റ് അറിയും, അങ്ങനെ അഭിനയിക്കുക അറിയും. അങ്ങനെ തുടങ്ങി അടുത്ത പടത്തിലും പ്രണവ് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇവർക്കെന്താ, അത് അവരുടെ തീരുമാനമല്ലേ. ഈ വിനീത് ശ്രീനിവാസനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. ആള് ചെയ്ത പടങ്ങളൊക്കെ നമുക്കറിയാം. ഏത് പടം എടുത്താലും അത് ഹിറ്റാണ്. ഇപ്പൊ തിര വരെ ആ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ കളിച്ചത് മൂവിയാണ്. അവന്റെ രണ്ടാമത്തെ മൂവി തിര വരെ ശോഭനയൊക്കെ അഭിനയിച്ചത്. പടം കണ്ടുള്ള ആളുകൾക്ക് അറിയാം, ഡിഫറെന്റ് മൂവി ആയിരുന്നു. അപ്പൊ അത്രയും കഴിവുള്ള ഒരു സംവിധായകൻ ചെയ്തൊരു പടമാണ്. പ്രണവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാം, പ്രണവ് ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റാണ് ഒരു പടം വെച്ച് നിർത്തി കഴിഞ്ഞു. അപ്പോൾ ധ്യാനായാലും നല്ല കഴിവുള്ള ഒരു അഭിനേതാവ് ഈ പടത്തിൽ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഏജായിട്ട് റോളുകൾ കാണിക്കുന്നത് അതൊക്കെ ഭയങ്കര എന്താ പറയുക, കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി. ഏജ് കറക്റ്റ് വരുന്നില്ല, എക്സ്പ്രഷൻ വരുന്നില്ല. കല്യാണി പ്രിയദർശൻ വിട്ടുപോയി, അഭിനയിക്കറിയില്ലെന്നേ. ഇവരൊക്കെ എന്താ ചെയ്തില്ല. വിനീത് ശ്രീനിവാസന്റെ ഓരോ കോമാളിത്തരം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കാണ്. ഞാൻ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് ശേഷം ഒരു മൂവി OTT ഞാൻ കണ്ടിട്ടില്ല, കാണണം എന്തായാലും. ഞാൻ തിയേറ്ററിൽ 2-3 ടൈംസ് വാച്ച് ചെയ്ത പടമാണ്. ഞാൻ ദിവസം കണ്ടു. അതിന് ശേഷം ഞാൻ ഫാമിലി ആയിട്ട് കണ്ടു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം പോയി, അവന് കാണണമെന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ നിർബന്ധപ്രകാരം പോയി 3 ടൈംസ് വാച്ച് ചെയ്ത പടമാണ്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി പടം ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്തൊരു പടമാണ്. ആ പടം കണ്ട് ഫസ്റ്റ് ആ മൂവി കണ്ടിട്ട് അന്നത്തെ ഒരു ദിവസം ഫുള്ള് ഫീലായിരുന്നു, ഗംഭീര ഫീലായിരുന്നു. അതിൽ ഓരോ ഭാഗങ്ങളായാലും അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും കാര്യങ്ങളൊക്കെ ആയാലും രസമാണ്. വിനീത് ശ്രീനിവാസന്റെ പടങ്ങൾ നമുക്കറിയാം, ഒരു ടിപ്പിക്കൽ സാധനങ്ങളായാലും ഉണ്ട്, അത് ഈ പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ പോയി എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു. കുറെ ആളുകൾ ഇഷ്ടപ്പെടാത്തതുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് എന്നെ വിളിച്ചു പടം എന്ത് പടമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരു കാറ്റഗറി ആളുകളുണ്ട്. എല്ലാ പടം എല്ലാവർക്കും ഇഷ്ടം. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഈ പടം OTT വന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ 100 പേര് കമന്റ് ബോക്സിൽ വരുന്ന സമയത്തിൽ 70-80 പേരും പടം ഫുള്ളില്ല. മോശമായ കമന്റ്സുകളാണ് ഞാൻ കണ്ടത്. ഈ പടം ഏകദേശം 80 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തൊരു പടമാണ്. തൃശ്ശൂര് ഏകദേശം രാഗത്തില് 2 ആഴ്ച ഹൗസ് 4 ഷോ വെച്ച്, പിന്നെ 2 ഷോയും വെച്ചിട്ടൊക്കെ 4 ആഴ്ച രാംദാസില് ഫൺ മൂവീസില് ഇനോസ്റ്റോബ സിറ്റിയിലൊക്കെ തൃശ്ശൂർ ടൗണിൽ പടം ഉണ്ടായിരുന്നു. എല്ലാം നല്ല രീതിയിൽ കളിച്ച് എൻജോയ് ചെയ്ത കടം ഹൗസ്ഫുൾ ഷോസ് ഒക്കെ നമുക്കറിയാം. ഇപ്പൊ പല കളിക്കുന്ന പല പടങ്ങൾ, ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന പല പടങ്ങളും തൃശ്ശൂർ രാഗത്തിലൊക്കെ 1 ആഴ്ച കളിച്ചിട്ടുണ്ട്. 2ാമത്തെ ആഴ്ചക്ക് 2 ഷോ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പടം എന്നാണെങ്കിൽ ആവേശം കളിക്കുന്നുണ്ട്, ആ സമയത്ത് മഞ്ഞുമൽ ബോയ്സ് കളിക്കുന്നുണ്ട്, പ്രേമലി കളിക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ പടം വന്നിട്ട് ഇത്രയും രീതിയിൽ അടിച്ചു പോയത്. അതുകൂടി ചിന്തിക്കണം. പിന്നെ മറ്റുള്ള കുറെ കമന്റ് ബോക്സിൽ കണ്ടൊരു വായിച്ചൊരു സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മേക്കപ്പ് ഏജ്ഡായ റോൾ ചെയ്യുന്ന സമയത്ത് മേക്കപ്പ് ഒക്കെ കണ്ടപ്പോൾ വളരെ ശോകമായി തോന്നി. കല്യാണിയുടെ അതുപോലെ തന്നെ പ്രണവിന്റെ, ധ്യാന്റെ ഒക്കെ തോന്നും. പ്രണവിന്റെ കല്യാണിയുടെ കൂടത്തിൽ വന്നുള്ളത്, ധ്യാന്റെ പിന്നെ കുറച്ച് കമന്റ്സുകൾ വന്നിട്ടുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ ചേട്ടാ, നമ്മൾ ഈ ബിഗ് സ്ക്രീനിൽ കാണുന്ന പടം അതൊരു മൊബൈലിൽ അല്ലെങ്കിൽ ഒരു TV വരുന്ന സമയത്ത് ആ സാധനം ചുരുങ്ങാണ്. അപ്പൊ അതിൻ്റെതായ എക്സ്പ്രഷനിലെ മുഖത്തുള്ള ഇതിന്റെ നരയിലൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ചിലപ്പോൾ ഏറ്റവും ഹൈ ക്വാളിറ്റിയിലൊക്കെ ഇട്ട് കാണണ്ടാവാം. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ വരും. നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന സാധനം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ഏത് പടമായാലും ശരി, അത് OTT വന്ന അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ കാണുന്നത് ഇപ്പോൾ വീട്ടിലൊരു ഹോം തിയേറ്ററുള്ള ആളായാലും അല്ലെങ്കിൽ ഒരു സ്ക്രീനുള്ള ആളായാലും ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനത്തെ ആളുകളോട് ആദ്യം പറയാനുള്ളതാണ്. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് പടം ഇറങ്ങിയ സമയത്ത് തന്നെ ഇവരെ മേക്കപ്പിനെ കുറിച്ചൊക്കെ ചെറിയൊരു സംസാരങ്ങളുണ്ട്. പക്ഷെ ഇത് OTT കാണുന്ന ആളുകളെ സംബന്ധിച്ച് ഇതാണ് വലിയ സംഭവം. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. പിന്നെ ഈ പടം ഇതിന്റെ BGM ആയാലും ഒക്കെ ഒരു വേറെ ലെവലാണ്. പെർഫോമൻസുകൾ, ധ്യാനൊക്കെ ഇത്രയും കഴിവുള്ള ഒരു നടനാണ് ഈ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. പ്രണവ് ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയും, പ്രണവ് ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. പക്ഷെ പ്രണവ് 4 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആൾ 3 ഡിഫറെന്റ് ജോണറിലാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. ഇത് ഫാമിലിക്ക് ഏറ്റെടുത്ത പടമാണ്. ഇത് പാട്ടുകൾ ഹിറ്റാണ്. വ്യാപകം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പല ട്രോളിൻ്റെ അതിലേക്ക് പാട്ട് വരുന്ന വ്യാപകം എത്ര നല്ല പാട്ട് ചെയ്ത ആളാണ്, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഉണ്ടാവാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് കുറെ ട്രോളിലൊക്കെ മിക്സ് ചെയ്തിട്ട് വിടുന്നുണ്ട്. പാട്ടൊക്കെ ആ പടത്തിൽ കാണുന്ന സമയത്ത് വേറെ ഫീലാടും. നിവിൻ പോളിയുടെ പെർഫോമൻസ് ആയാലും ബേസിന്റെ പെർഫോമൻസ് ആയാലും സംഭവം കിടുവാണ്. ഇനി കമന്റ് ചെയ്യുന്ന ആളുകളുടെ പ്രൊഫൈലൊക്കെ എടുത്തു പോയി നോക്കിയ സമയത്ത് വേറെ കുറെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, നല്ല പടങ്ങൾ അംഗീകരിക്കുക, വിജയിപ്പിക്കുക.
OTT വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ അത് നെഗറ്റീവ് രീതിയിൽ പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ടൊക്കെ ആ പടം പ്രൊമോട്ട് ചെയ്യുന്നത് വേണ്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇത് ഇത്ര ആളുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ടാണോ ഈ 81 കോടി രൂപ കിട്ടുക? തിയേറ്ററിനാട്ടോ പറയുന്നത്, OTT എന്നുള്ളതല്ല. തിയേറ്റർ ഗ്രോസ് കളക്ഷനും കേരള ബോക്സ് ഓഫീസിന് മാത്രം, ഇന്ത്യ ബോക്സ് ഓഫീസിന് മാത്രം 45+ മറ്റേ വേൾഡ് വൈഡ് അടക്കം 36+81 സംതിങ് പടത്തിന് കളക്ഷൻ വന്നിട്ടുണ്ടോ? അപ്പൊ ആദ്യം നിങ്ങളത് മനസ്സിലായി. എത്ര അധികം ആളുകൾ കയറി കൊണ്ടല്ല പടത്തിന് കളി. നിങ്ങളിപ്പോ ഒരു തീരെ വിജയിക്കാത്ത കുറച്ച് ദിവസം കളിച്ച പടമാണ്, നമുക്ക് വിമർശിക്കും. ഇത്ര ആളുകൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ പടം. എത്ര നമുക്ക് മലയാള ഇൻഡസ്ട്രിനെ കുറിച്ച് അറിയാം. പടം പൊട്ട പടാന്ന് പറഞ്ഞ പോരാന്ന് കേട്ട് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ള ആളില്ല. മോഹൻലാൽ പടങ്ങളാണ് നമുക്കറിയാം, മലക്കോട്ടെ വാരികളൊക്കെ സംഭവിച്ചത്, അത് പല പടങ്ങളും. അപ്പോൾ അതത്രേ ഉള്ളൂ. ഈ പടങ്ങൾ ഇത്ര ദിവസം കളിച്ച ശേഷം 4ാമത്തെ 5 ആഴ്ച വരെ രാംദാസിൽ കളിച്ചിട്ടുണ്ട്, 5-6 ആഴ്ച കളിച്ചിട്ടുണ്ട്, 1 ഷോയും 2 ഷോയും വെച്ചിട്ടൊക്കെ തൃശ്ശൂർ കാണാൻ ആൾക്കാരുണ്ടോ. അപ്പൊ അതുകൊണ്ടാണ് പടത്തിന് കളിക്കുന്നത്. അത്യാവശ്യം ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യം മനസ്സിലായി. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പടങ്ങളും നമ്മൾ തിയേറ്ററിൽ ഇഷ്ടപ്പെടാണ്ട് പോയിട്ട് OTT പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്ത ഒരുപാട് പടങ്ങളുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ ഗപ്പി എന്നൊരു മൂവിയാണ്, നല്ലൊരു മൂവിയായിരുന്നു. ഞാനൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര മോശം അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് OTT വന്ന സമയത്ത് ഗംഭീര പടമായിരിക്കും. ആ സമയത്ത് ടോവിന് ചോദിച്ചൊരു FB സോഷ്യൽ മീഡിയയിൽ, എന്താ എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല, ഈ പടം തിയേറ്ററിൽ ഇറക്കി നിങ്ങളത് പോയി കാണും. അതിന് അതന്നെ ഈ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഈ പടം കണ്ടിട്ട് ഒരാള് ഇതിനെ കുറിച്ച് അഭിപ്രായം അടിയിൽ ഊളപ്പടം തന്നെ ഈ സമയത്ത് ടോവിന് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പൈസ തിരിച്ചിട്ടിരുന്നത് വെച്ചാൽ ഒരു മാനസികാവസ്ഥയാണ്. പക്ഷെ അത്ര എഫേർട്ട് ഇട്ടൊരു പടമാണ്. പക്ഷെ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവില്ല. എനിക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ ആ പടം പിന്നെ വന്ന് ഗംഭീര വിജയമായി, ഭയങ്കര ഏറ്റെടുത്തു. എന്ത് കാര്യം. അതുപോലെ ഈ പടം ഓൾറെഡി തിയേറ്ററിൽ വിജയിച്ച പടമാണോ, ഇതിപ്പോൾ OTT കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടായിരുന്ന തെളിവ് തന്നെയാണ് നിങ്ങൾ പ്രതികരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അതിന് കുറ്റം പറയില്ല. പക്ഷെ പ്രതികരിക്കുന്ന രീതികളും കാര്യങ്ങളും ഈ പടം അത്രയും കളക്ട് ചെയ്തൊരു പടമാണ്. അപ്പം അതിനനുസരിച്ച് മാന്യമായി പ്രതികരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങൾ ഒരുപാടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ പ്രതികരിക്കുമ്പോൾ മാന്യമായി പ്രതികരിക്കാൻ ശ്രമിക്കുക. നല്ല പടങ്ങൾ ഇനിയും വരട്ടെ. അപ്പോൾ എനിക്കത് കുറേ നാളായി ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ സമയം കിട്ടാത്തൊരു വിഷയം. പിന്നെ എന്നും നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഈ ഫീലിംഗ് സംബന്ധമായിട്ട് കുറേ പേജുകളൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ വർഷങ്ങൾക്ക് ശേഷത്തിന് ട്രോൾ മഴയാണ്, വ്യാപകം പറഞ്ഞിട്ട് ഭയങ്കര മോശം ട്രോൾ മഴ. അപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അത്യാവശ്യം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത് 80 കോടിയൊക്കെ എത്താത്ത പല നടന്മാരുണ്ട് ഇപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ. സൂപ്പർ ഹിറ്റ് സൂപ്പർ സ്റ്റാറുകൾ വരെയുണ്ട്, യൂത്ത് സൂപ്പർ സ്റ്റാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആളിപ്പോൾ പ്രണവിനെ സംബന്ധിച്ച് ഒരു 50 കോടി 250 കോടി മുമ്പുണ്ട്, ഒരു 80 കോടി അടുത്തുണ്ട്. ഹൃദയം നിറയാൻ നമുക്ക് അതുപോലെ തന്നെ ആദ്യം ഇതായാലും പടം പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 21ാം നൂറ്റാണ്ടാണ്. ഈ പടം ഏകദേശം 80 കോടിയുടെ അടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധ്യാനെ സംബന്ധിച്ചായാലും ധ്യാൻ്റെ പെർഫോമൻസ് ഒക്കെ ധ്യാൻ ഒരുപാട് പടങ്ങൾ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ പടത്തിൽ വന്നപ്പോൾ ആൾ എന്താണ് നമുക്ക് തിരിച്ചു മനസ്സിലാക്കി തന്നു. ഇനി വിൻബോഡിയുടെ പെർഫോമൻസ് കിടുവാണ്. ബേസിൽ എല്ലാ ഗസ്റ്റ് റോൾ ചെയ്ത ആസിഫ് അലി, എല്ലാവരും ഗംഭീര ടീം വർക്കാണ്. യൂത്തിന്റെ ഒരു ആഘോഷമായിട്ടാണ് ഈ പടത്തിന് നമുക്ക് തോന്നിയത്. അപ്പൊ അത് അംഗീകരിക്കാൻ പഠിക്കുക. ഇനി ചിലപ്പോൾ ഈ ടീം തന്നെയായിട്ട് പടം വരും, നല്ല പടമാണ്, നമ്മൾ അംഗീകരിക്കും. പൊട്ട പടമാണെങ്കിൽ അത് ഒഴിവാക്കും. പക്ഷേ തിയേറ്ററിൽ കളക്ട് ചെയ്തിട്ടുണ്ട് മക്കൾ. അപ്പോൾ നിങ്ങൾ എത്ര ട്രോളിയാലും കുറ്റപ്പെടുത്തിയാലും പടം OTTയിലും റെക്കോർഡ് കളക്ഷനിലേക്ക് തന്നെ പോകും. അപ്പോൾ അതനുസരിച്ച് ചിന്തിച്ച് ബിഹേവ് ചെയ്യുക, പെരുമാറും മാന്യമായി. കമന്റ് ബോക്സിലൊക്കെ വാ, നല്ല സിനിമ വരട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ, എൻ്റെ മാത്രം. ബൈ.